നമ്മൾ ഡ്യൂട്ടി എന്താ വെച്ചാൽ സെയിൽസ് വണ്ടിയിലാട്ടോ. വണ്ടി ദോസ്താണ്, 2021 മോഡലാണ്. ലോഡ് ഇങ്ങനെ കയറ്റി വെക്കണുള്ളൂ. ഒരുപാട് പരിപാടികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു സെയിൽസ് വണ്ടിയിലത്തെ പരിപാടികൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സെയിൽസ് വണ്ടിയിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇത് കാണാം ഈ വീഡിയോ. ഫസ്റ്റ് ഞാൻ വന്ന് വണ്ടി ഒന്ന് ക്ലിക്കാക്കും കേട്ടോ. കൂട്ടിക്കൊന്ന് അടിച്ച് ഒന്ന് വൃത്തിയാക്കും. ആര് പോയാലും ഇത് വേറെ ആൾ പോയാലും നമ്മൾ വരുമ്പോൾ നമ്മളൊന്ന് പൊട്ടിയൊന്ന് ക്ലീനാക്കും. ഇപ്പോൾ ഞങ്ങൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ, നമുക്ക് പോകാൻ തന്നെ ഒരു കോൺഫിഡൻസ് ആയിക്കാരം. ഏത് വണ്ടിയും ഇല്ല കേട്ടോ, എല്ലാ വണ്ടിയും. എന്നാൽ നമുക്കൊരു മട്ടം കിട്ടുള്ളൂ ആ യാത്രയിലേ. ഒന്നാമത്തെ കാര്യം നമുക്ക് വണ്ടി വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തത് ഇത് വെള്ളം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അത് ഏത് വണ്ടി എടുക്കുമ്പോൾ വെള്ളം ഉണ്ടോ ഓയിലുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ ഇതിൽ വെള്ളം കമ്മിയാണ്, ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഓയിലിൻ്റെ ഓയിൽ ഞാൻ ചെക്ക് ചെയ്തതാണ് ഇന്നലെ. അപ്പോൾ എന്നും ഓയിൽ ചെക്ക് ചെയ്യണമെന്നില്ല, വെള്ളം നമ്മൾ എന്നും നോക്കുക കേട്ടോ. വണ്ടി പയകും തോറും വണ്ടിൻ്റെ എഞ്ചിൻ റൂം അത് ഉണ്ടോ. ദോസ്തിൻ്റെ ഇവിടെ എങ്ങനെയാണ്, അതായത് ഇവിടെ 2 ക്ലിപ്പാണ് ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ. ഒന്നാമത്തെ കാര്യം നമ്മൾ വണ്ടി വൃത്തിയാക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം ഇതിൽ ഓയിലുണ്ടോ അതേപോലെ വെള്ളം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വണ്ടി ലോഡ് കയറ്റി വണ്ടി നമ്മൾ കമ്പനിയിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പോകും. ഓഫീസിൽ നിന്ന് ബില്ല് വാങ്ങണം. ബില്ല് വാങ്ങിയിട്ട് ഓരോ കടയൊക്കെ ഇതെന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ പുട്ടുപൊടിയാണ്. പുട്ട്, പത്തിരി, മല്ലി, മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഐറ്റംസാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പുറത്തുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടി സർവീസിനായാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ എഡ്ജ് ലൈറ്റ് ഉണ്ടോ, അതിൻ്റെ അപ്പുറത്തൊരു മഞ്ഞൊരു സൈലൻസറിൻ്റെ ലൈറ്റും കത്തുന്നുണ്ട്. ഒരു വണ്ടിക്ക് ചെറിയൊരു വലിവമ്മയുണ്ട്, അപ്പോൾ അതാണ് ആ സൈലൻസറിൻ്റെ ലൈറ്റ് കാണിക്കണത്. അങ്ങനെ ബില്ല് നമുക്ക് കിട്ടിയൊരു 10 ബില്ലുണ്ടാവും, ഒരു 10 ഡെലിവറി ഉണ്ടാവും. ഇത് ഡെലിവറി പറഞ്ഞാൽ മൊത്തം ഒരു ഹൈ റേഞ്ച് ഡെലിവറി ആട്ടോ. അതായത് നമ്മളെ നാട്ടിൽ ഓടക്കയം, വെറ്റിലപ്പാറ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹൈ റേഞ്ച് സ്ഥലമുണ്ട്, കക്കാടംപുഴ റൂട്ടാണ് ആ ഏരിയയിൽ കൂടെ. നമ്മൾ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ വണ്ടി എടുക്കുകയാണ്, ഇങ്ങനെ പോകാൻ. കമ്പനിയിൽ നിന്ന് പോണ റൂട്ട് തന്നെ നല്ല രസമായിട്ടാണ് കാണാം. നമ്മളെ ബോസ് ഇന്ന് സെയിൽസ്മാനാണ്. ഇന്നത്തെ മൂപ്പരെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഫുഡ് കൊണ്ടുവരില്ല കേട്ടോ സാധാരണ. റൂട്ടാണ് ഞങ്ങൾ ഇനി ഇതുപോലത്തെ നല്ല ഹൈ റേഞ്ച് റൂട്ടാണ്. ഒരു റിസോർട്ട് മാതിരി ഒരു പേരുണ്ട് ഞങ്ങൾ അല്ലേ. നമ്മളെ മറ്റേ റൂട്ട് എങ്ങനെയുണ്ട്, നമ്മളെ ഓടക്കയം ആ റൂട്ടൊക്കെ കിട്ടുന്ന റൂട്ടല്ലേ അല്ലേ. അപ്പൊ ഒന്ന് ഫുള്ള് ഞാൻ കാണിച്ചതാ. അതായത് ഒരു സെയിൽസ് വണ്ടി സാധനം ഇറക്കാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ കേട്ടോ. അതായത് എന്താ സംഭവം വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ സെയിൽസ് വണ്ടിയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള ഒരു ഡെമോ ആണ്, എക്സ്പീരിയൻസ്. അതായത് ഇന്നത്തെ സാധാരണ നമ്മൾ എല്ലാ റൂട്ടും ടൗണും കൂടെ ഇന്ന് ശനിയാഴ്ച മാത്രം ഒരു ഹൈ റേഞ്ച് റൂട്ടല്ലേ. ഇത് കമ്പനിയിൽ നിന്ന് വരുന്ന റൂട്ടാട്ടത്. കമ്പനിയിൽ നിന്ന് വരുന്ന റൂട്ടിന് എന്താ ലുക്കാറോ. അതെ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഡെലിവറിയാണ്. ആദ്യം എന്താ വേണ്ടി വെച്ചാൽ വണ്ടി ഓഫാക്കുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങാം.
വണ്ടിൻ്റെ ഉള്ളിൽ കയറി സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് കടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയാണ്ട് നമ്മൾ എടുക്കുക. 500 ഗ്രാമിൽ 2.5. 500 ഗ്രാമിൽ 2.5 മക്രോണി അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്തു കൊടുക്കാം. സാധനം കഴിഞ്ഞാൽ വണ്ടി കയറുക, അടുത്ത ഡെലിവറി ചെയ്ത് നോക്കുക. അടുത്ത ഡെലിവറിയാണ് നമ്മളെ. അപ്പോൾ ഇനി ചിലപ്പം ഹൈവേത്തിൽ 1-2 വീഡിയോ കാണിച്ചാണ് ഞാൻ നേരെ ഞങ്ങൾ ഹൈ റേഞ്ചിക്കാണ് കൊണ്ടുപോകും. അതായത് സെയിൽസ് വണ്ടിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്. അതായത് നമ്മൾ ലോഡ് കയറ്റി ഓരോ കടയിൽ ഇങ്ങനെ ഡെലിവറി ചെയ്യുക. ഒരു ഡെലിവറി പാടെ കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത വീഡിയോ പറഞ്ഞാൽ കയറിയപ്പം ഞാൻ അവിടെ പറയില്ല കുറച്ച് ഹൈ റേഞ്ച് സ്ഥലങ്ങളുണ്ട്. ആ ഹൈ റേഞ്ച് സ്ഥലത്ത് നിന്ന് കയറുള്ള വീഡിയോ തന്നെ അവിടെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് കാത്തിരുന്നോളൂ നിങ്ങൾ. ഇനി അടുത്ത ഏരിയ അതാണ് ഹൈ റേഞ്ച്. ഞാൻ അവിടെ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ചില കടയിലൊക്കെ കയറി നല്ല ടൈം കിട്ടും നമുക്ക്. അതായത് നമ്മൾ സാധനം എടുത്ത് കൊടുത്ത് കഴിഞ്ഞ് അവിടെ ഒരു കടയിൽ കൊണ്ടുപോയിട്ട് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈം ആയില്ല. ചിലയിടത്ത് പൈസ ഉണ്ടാവില്ല കടയിലൊന്നും. രാവിലെ തന്നെ ആകുമ്പോൾ ചിലവിൽ വേറെ ആൾക്കാർക്ക് ഒഴിച്ച് ഗൂഗിൾ പേ ആക്കിയിട്ട് നമ്മളൊക്കെ ചെയ്തിട്ടൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ മടക്കത്തിലേക്കാരും ചില കടകൾ. അപ്പം ഇങ്ങനത്തെ പോസ്റ്റിംഗ് ഉണ്ടാവും കേട്ടോ ഈ ഒരു മേഖലയിൽ. അത് നമുക്ക് മൊബൈലിൽ കളിച്ചാണ്ട് ഇങ്ങനെ സിമ്പിളാക്കിയാണ്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിൽ കളിച്ചാണ്ട് തീർക്കാവുന്ന കേസുള്ളൂ. സെയിൽസ് വണ്ടിൻ്റെ ഏറ്റവും ടോപ്പ് ബുദ്ധിമുട്ട് വരണം എൻ്റെ അഭിപ്രായം മഴക്കാലത്തേ കാരണം. മഴക്കാലത്ത് കുറച്ച് ഡെലിവറി പണിയേക്കാറ് കേട്ടോ. മഴക്കാലത്ത് ഞാൻ കുറച്ച് മുമ്പ് പോകുന്ന ടൈമിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഓരോ കടയിൽ സാധനം വെക്കണമെങ്കിലും ഇപ്പോൾ നമുക്ക് രാവിലെ നമ്മൾ 9 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ സാധാരണ 5 മണിക്ക് തീരുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതൊരു 6 മണി 7 മണിയൊക്കെ ആവും. ഹൈവേ കാഴ്ചകൾ പറഞ്ഞതാണ്. എന്താണ് ഞങ്ങൾ ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴൻ്റെ പാലാണ്. നമുക്ക് സാധാരണ എത്തിലാണ്ട് പോയിട്ടൊരു കട ഉണ്ടാവില്ല. ആ കട ഒന്നില്ല. നേരത്തെ നല്ല വെയിലേ കിട്ടും. കുറച്ച് പാടെ കഴിഞ്ഞ് കുറച്ച് നല്ല ചൂടേക്കും. സൈക്കിള് ചൂടാണതിൻ്റെ മുമ്പ് തീരാൻ നോക്കണം. മറ്റേ വേർത്ത് നമ്മൾ മൂപ്പാടണം. ഈ ഏരിയ നല്ല ലുക്കാട്ടോ, മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് കാണിക്കുക ഫുൾ ഹൈ റേഞ്ച് ഏരിയകളൊക്കെയാണ്. അത് അരടല്ലേ 500-ന്റെ കുട്ടും ഒന്നാണ് തുടങ്ങാട്ടോ നമ്മളെ സ്ഥലങ്ങൾ. ഇതേതാ റൂട്ട് വെച്ചാൽ നമ്മളെ കക്കാടംപോയ റൂട്ടാണ്. കക്കാടംപോയിലില്ലേ ആ റൂട്ടാണത്. 2 സൈഡിലും പാടങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹൈ റേഞ്ച് സ്ഥലങ്ങൾ. നല്ല രസം അതിനാണ് പോകുന്നത്. റൂട്ട് നല്ല രസം. മലയോര മേഖലയിലെ ഹൈവാറുണ്ട്. എന്താ രസം കാണാം. ഫുള്ളിങ്ങനെ കേട്ടോ. ഇതിങ്ങനെ ഒരു സ്ഥലത്ത് പോയി അവസാനിക്കുക ഈ റോഡ് നേരെ. മല കണ്ണുകൾ
ഒരു ചെറിയൊരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വന്ന പുതിയ വന്ന ഇവിടുത്തെ വന്ന പുതിയ വന്ന ആ മലൻ്റെ ടോപ്പ് നമുക്ക് പോകാൻ. ആ മല ഉണ്ട്, ആ മലൻ്റെ ടോപ്പ്. റോഡുണ്ടോ, റോഡ് കിട്ടില്ല റോഡാണ് ഇത്. അതേപോലെ നമ്മളാ കക്കാടംപൊയിൽ ഇതേതാ റൂട്ട് എന്ന് വെച്ചാൽ ഓടക്കാൻ റൂട്ടാട്ടത്. ആ മറ്റേ ഇതിൻ്റെ കുറച്ച് വേഗം കക്കാടംപൊയിലേക്കാണ് റൂട്ടുണ്ട്. ഇവിടെ കണ്ടമാനം വെള്ളച്ചാട്ട ഏരിയകളുണ്ട് കേട്ടോ. കാപ്പി ഉണ്ടാവും. ജാതിക്കും ഏലക്കും കൊക്കക്കോയ ഉണ്ടാവും. ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, സ്കൂള് പള്ളി. നല്ല രസമല്ലേ ഏരിയകളാണ്. റബ്ബർ റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ്. ഓ റിസോർട്ടുകൾ ഉണ്ട് ഇവിടെ. ഇവിടെ ഇല്ല, നമ്മളെ കക്കാടംപൊയിലെ ആ റൂട്ടില്ലേ, ആ റൂട്ടിൽ ഇഷ്ടം പോലെ റിസോർട്ട്. അതായത് ഇതിലാറ് ചെറുക്കാണോ സ്ഥലം അല്ലേ? ഏത് സ്ഥലം അല്ലേ? ഓടക്കയം റൂട്ടാട്ടത്. ഇതൊരു കിട്ടില്ല സ്ഥലം കേട്ടോ. കാണിച്ചറാ. നമ്മളെ താഴത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം വെള്ളം കമ്മിയാണ്. അടുത്തൊരു കിട്ടുന്ന സ്പോട്ടാട്ടത്. വെള്ളം നിൽക്കണ്ട ഞങ്ങൾ ഇല്ലാണ്ടൊരു വജ്ജുണ്ട്. ഡബ്ബറ ഫുള്ള് എല്ലാം പൊഴിഞ്ഞ് കിടക്കുക അവിടെ. നമ്മളാ പോയില്ലേ, ആ മലൻ്റെ നുറന്ന് ഒലിച്ച് തന്നെ വെള്ളമാണ് അവിടെ കെട്ടി നിർത്തിയേക്കുക. അപ്പം വേനലായതുകൊണ്ട് ഉണ്ടോ ചെറുക്ക് നല്ല ആളുണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ ആരും ഇല്ല അവിടെ. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വരെ കുളിച്ചാൻ പറ്റിയ ഏരിയ. നമ്മളെ വണ്ടി അതാണ് നോറൂല് ഏരിയ ഉണ്ട്. ഞങ്ങൾ നല്ല തണുപ്പാണ്, വെള്ളം നല്ല തണുപ്പുണ്ടാവും കേട്ടോ. വണ്ടി കാലിയായി കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 30 ബില്ലുണ്ടായി. ഇനി നമുക്ക് ഒറ്റൊരു ബില്ലാട്ടുള്ളൂ, ഒറ്റ ബില്ല്. ഇത് കഴിഞ്ഞാൽ നേരെ കമ്പനി പോവാം. കമ്പനി പോയിക്കൊണ്ട് വേറെ 1-2 പരിപാടികളുണ്ട്. കമ്പാടെ കണ്ടുകൊണ്ട് നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം മാക്സിമം ആൾക്കാർ. നമുക്ക് അടുത്തത് എണ്ണ അടിക്കണം. ഇത് രണ്ടങ്ങൾ ഒരു ഘട്ടമുള്ളൂ. എണ്ണ അടിക്കൽ OTP ആണ്. അതായത് ഇത് കമ്പനിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്താണ്ട് നമ്മൾ ഒരു OTP ഓല നമ്പർക്ക് ഫോർവേഡ് ആവും. ആ നമ്പർ നമ്മൾ പമ്പ് പറഞ്ഞു കൊടുത്താൽ മതി. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, ഒരു നമ്പർ ഒന്ന് നോക്കി. രാവിലെ നമ്മൾ 9 മണിക്ക് പോയി 5:30 കമ്പനി എത്തി. പൈസ ഉണ്ടെങ്കിൽ
നമ്മൾ വണ്ടി കമ്പനിക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യുക. ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ വണ്ടി അത് നാക്കിൽ വാഷ് ചെയ്യണം. അതാണ് കേൾക്കുന്ന മെഷീനാണ്. നമ്മൾ കേക്ക് വണ്ടി നാളെ ഞായറാഴ്ച, നാളെ കമ്പനി ഇല്ല. അപ്പോൾ വണ്ടി ഒന്ന് കേക്ക് വെച്ചാൽ വൃത്തിയാവും. ഇനി നാളെ പിന്നെ ഞാനല്ലെങ്കിൽ വേറെ ആണെങ്കിലും ഓൾക്കൊരു തൊക്കിലേക്കാരം കളിയില്ലാത്ത വണ്ടി എടുക്കല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ വണ്ടിയൊക്കെ വൃത്തിയാക്കി വെച്ച് സെറ്റാക്കി വെച്ചാൽ നമുക്ക് തന്നെ ഒരു എനർജി ആക്കണം വണ്ടി ഓടിക്കാൻ. ഇതിനൊക്കെ ഇപ്പോൾ വണ്ടിൻ്റെ ഫിനിഷിങ് കണ്ടങ്ങൾ, വണ്ടിയൊക്കെ കണ്ടങ്ങൾ. ഇനി നമ്മൾ വണ്ടി നിർത്തിയാണ്ട് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ. അപ്പം ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ്സ് വീഡിയോ നമ്മളെ വരും. അപ്പം മാക്സിമം ആൾക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളത് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് വേറൊരു വിശേഷമായിട്ട് കാണാം നമുക്ക്. അപ്പം വീഡിയോ മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ.